ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും റമദാൻ മുബാറക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വൈകുന്നേരമാണ് കേട്ടോ. ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ടൈമാണ്. അപ്പം ഉമ്മ കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലീൻ ആക്കുമ്പോഴത്തേക്ക് ഞാൻ മാവൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉമ്മ ക്ലീൻ ആക്കിയിട്ട് പിന്നെ അരിപ്പ പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി കഴുകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം നിൽക്കും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചാൽ വെള്ളം പോകും. ഇല്ലെങ്കിൽ ഫസ്റ്റ് ഉമ്മാക്കിയ പോലെ സൈഡിൽ കിണ്ണത്തിൻ്റെയൊക്കെ സൈഡിൽ കുത്തി വെച്ചാലും വെള്ളം പോകും കേട്ടോ. വെള്ളം ഉറ്റിപ്പോവും. പിന്നെ ഇതിന് പച്ചരിയാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് കുറച്ച് പച്ചരി, പിന്നെ ജീരകം, 2 തരം ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, ഉള്ളി, കറിവേപ്പില ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ. നെയ്പ്പത്തിൻ്റെ കൂട്ടാണ് കേട്ടോ. നെയ്പ്പത്തന്നൊക്കെ അരക്കുന്ന പോലെ. പിന്നെ ഒരാൾ പുഴുങ്ങലരിയൊക്കെ അരക്കും. ഞങ്ങൾ പച്ചരിയാണ് കേട്ടോ കൂട്ടിയിട്ട് അരക്കുന്നത്. ഇതിന് ഇനി പത്തൻ്റെ പൊടിയിട്ട് കുഴച്ചെടുക്കലാണ്. അരച്ചതിന് ശേഷം വേപ്പിലും കൂടി അരച്ചതുകൊണ്ടാണ് കേട്ടോ ഈ കളർ വന്നത്. ഇനി ഇത് കുഴക്കാൻ ആവശ്യത്തിലുള്ള പത്തൻ്റെ പൊടിയിട്ട് കുഴച്ചെടുക്കലാണ് കേട്ടോ. ഈ സമയത്താണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കൽ. ഉപ്പിടാൻ മറക്കരുത്. ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഈ പത്തലിനെ കുഴച്ചെടുക്കുന്ന പോലെ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കട്ടോ. കുഴക്കാൻ ഇതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കല്ലുമ്മക്കായി ചെറുതും വലുതൊക്കെ ഉണ്ട്. നമുക്ക് ചെറുതാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിൽ വെക്കാണ്ട് ഒക്കെ സൈസിലുള്ള മാവ് എടുക്കുക. എന്നിട്ട് അതിന് നടുക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ എല്ലാം ഞാനും അമ്മയും കൂടി രണ്ടാളും കൂടി ചെയ്യണം കേട്ടോ, പെട്ടെന്ന് തന്നെ ആകാൻ വേണ്ടി. പിന്നെ കല്ലുമ്മക്കായി നിറക്കൽ നട്ടതിന് പറയാം. നല്ലപോലെ നിറച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാം കൂടി നമ്മൾ ചെയ്യാം കേട്ടോ. കല്ലുമ്മക്കായി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പൊരിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂട് ചായക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇത് വൃത്തിയാക്കേണ്ട മടി കൊണ്ട് അങ്ങനെ വാങ്ങൽ കുറവാണ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആവിക്ക് വേവിച്ചെടുക്കണം. പിന്നെ നമ്മളെ വീട്ടിൽ പൂച്ചയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ പൂച്ചനൊന്നും വളർത്താറില്ല. എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതിവിടുന്ന് വന്നതാണ്. പക്ഷേ ഇത് പോകുന്നില്ല. എത്ര പോകുമ്പോൾ പുറത്താക്കിയിട്ടും അത് പോകുന്നില്ല. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് പാലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇനി അവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ ഇഷ്ടമല്ല. ഞാൻ അതവിടെ കിടന്ന് ഇറങ്ങി. പിന്നെ ഞാൻ ചെമ്മീൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. രാത്രിക്കേക്കുള്ള ഫുഡിന് അപ്പത്തിന് ഉണ്ടാക്കുന്നത് ചെമ്മീൻ കറിയാണ്. ഓട്ടുപുളിയും ചെമ്മീനും. ഓട്ടുപുളി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. ദോശ പോലെയാണ് മണ്ണിൻ്റെ ഓട്ടിൽ ചുടുന്നത്. അതിന് ചെമ്മീൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ കറിയൊക്കെ ഞാൻ ഇടയാക്കി. പിന്നെ ഇതാ കല്ലുമ്മക്കായി പിന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ 2 പാത്രത്തിലാക്കി കേട്ടോ. ഇപ്പോൾ പൊരിക്കേണ്ടത് വേറെയാക്കി. എല്ലാം കൂടി പൊരിച്ചെടുക്കുന്നില്ല. ഫ്രിഡ്ജിൽ കുറച്ചെടുത്ത് വെച്ചു കേട്ടോ. പിന്നെ ഉണ്ടാക്കുന്നത് ഓട്ടുപുളിയാണ്. പച്ചരി പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ. 2-3 മണിക്കൂർ മുന്നേ പുതിർത്തി വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചോറും കൂട്ടി പിന്നെ ഒരു മുട്ടയും കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കണം. ചെമ്മീൻ കുറച്ച് പൊരിക്കുന്നുണ്ട് കേട്ടോ. അത്താഴത്തിനൊക്കെ ചോറ് വയ്ക്കുന്നവർക്കൊക്കെ കുറച്ച് ചെമ്മീനും കുറച്ച് 2 മീനും കൂടി പൊരിക്കുന്നുണ്ട്. ശ്യാമിന് ചെമ്മീൻ അത്ര ഇഷ്ടം കുറവാണ്. പൊരിച്ചത് കൂട്ടും, കറിക്ക് അത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ശ്യാമിന് വേറെ മീനും കൂടി ഞാൻ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഈ ചെമ്മീൻ്റെ തന്നെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഓട്ടുപൊളിക്കുള്ള മാവൊക്കെ അരച്ച് കുറച്ച് കട്ടിയിലാണ് അരക്കേണ്ടത്. പിന്നെ അതിനിടയ്ക്ക് ഇതാ ചെമ്മീനൊക്കെ റെഡിയായി ഇളക്കി കൊടുത്ത് മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ. തിരിച്ചിട്ട് കൊടുത്തതാണ്. എനിക്ക് കല്ലുമ്മക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിലുണ്ടാക്കുന്ന ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മുളക് പൊടി, ആവശ്യത്തിലുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതും കൂടി കറിവേപ്പിലും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തോല് കളഞ്ഞ പിന്നെ കല്ലുമ്മക്കായും കൂടി ഇതിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. മുളകൊക്കെ എല്ലാത്തിനും പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ അല്ലാണ്ട് മസാലയൊക്കെ ആക്കിയിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരുപാട് എണ്ണക്കകത്ത് പൊരിച്ചെടുക്കേണ്ട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ആക്കിയത്. അതല്ലാണ്ട് മുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ മുറിച്ചിട്ട് മുളക് പൊടിയൊക്കെ കലക്കിയിട്ട് പിന്നെ എണ്ണക്കകത്ത് മുക്കിയിട്ട് എണ്ണക്കകത്തിട്ടിട്ട് പൊരിച്ചെടുക്കുകയും ചെയ്യും. പിന്നെ ഇത് എളുപ്പത്തിലാവുമല്ലോ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയത്. ഇതുപോലെ ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ മുളകൊക്കെ എല്ലാത്തിനും പിടിക്കുന്ന പോലെ ഇങ്ങനെ പിടിക്കുന്നവരെ ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പിന്നെ എനിക്ക് ടൈമും ഇല്ല. പിന്നെ ഒരുപാട് എണ്ണക്കകത്തിട്ടിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടല്ലോ. പിന്നെ കുറച്ച് സമോസ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് സമോസയും കല്ലുമ്മക്കായുമാണ്. പിന്നെ ഫ്രൂട്ട്സ് ഉള്ളത് ബത്തയ്ക്കും അനാറും മുണ്ടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബത്തക്ക മഞ്ഞ ബത്തക്കയായിരുന്നു. അപ്പോൾ വലുതായതുകൊണ്ടോന്നറിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം ഇളകിയ പോലെ ഉണ്ട്. കുറച്ച് ഞാനെടുത്ത് ജ്യൂസ് അടിച്ച് കുറച്ച് മുറിച്ചിട്ടുകയും ചെയ്തു കേട്ടോ. പിന്നെ ചുവപ്പ് കളറും ഉണ്ടായിരുന്നു. അതും കുറച്ച് ജ്യൂസ് അടിച്ച്.
പിന്നെ അനാറും പിന്നെ ബത്തക്കയും മുണ്ടച്ചക്കയും മുറിച്ചിടുകയും ചെയ്തു കേട്ടോ. ലൈമ് നിർബന്ധമാണ് കേട്ടോ, കുറച്ച് ലൈമും കൂടി കലക്കി. പിന്നെ നോമ്പൊരിക്കണ ടൈം ആയിട്ടില്ല കേട്ടോ, അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കി. പിന്നെ ഇന്നത്തെ സ്നാക്സൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഉണ്ടാക്കിയത് രാത്രിക്കേക്ക് ഉള്ളതാണ് കേട്ടോ. അത്താഴത്തിനേക്ക് ചോറിന് വേണം ഷ്യാമിനും ഉമ്മക്കും. അപ്പോൾ ചോറൊക്കെ ആക്കി റൈസ് കുക്കറിലെടുത്ത് വെക്കും, അപ്പോൾ ചൂടോടെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓട്ടുപൊളിയും ചെമ്മീൻ കറിയും ചെമ്മീനും മീനൊക്കെ പൊരിച്ചതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ഡേറ്റ് ഇരുന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.